ഹായ് ഡിയേഴ്സ്, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിന്നിവിടെ കാണിക്കുന്നത്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റും. കിച്ചണിൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് വരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങാണിത്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 5 ഗ്രാം ചൈന ഗ്രാസ് അഥവാ അഗർ അഗറാണ് എടുത്തിട്ടുള്ളത്. ഈ 5 ഗ്രാം എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അളന്നെടുക്കാൻ പറ്റുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ 5 ഈക്വൽ പോർഷനായി കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒരു ഭാഗം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് 5 ഗ്രാമാക്കി കിട്ടും. ഇനി നമുക്ക് ഇതിൽ നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇത് ഒന്ന് അലിയിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരമണിക്കൂറിന് ശേഷം ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അരമണിക്കൂർ മൂടി വയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ബിസ്ക്കറ്റ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബോൺബോണിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു പാക്കറ്റ് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര അളവിലാണ് നിങ്ങൾക്ക് പുഡിങ് തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ചുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഞാൻ അങ്ങനെ തന്നെ ഈ പാലിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമ്മൾ പാലിൽ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ഒന്ന് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഈ ബിസ്ക്കറ്റ് പാലിൽ നല്ല പോലെ ഒന്ന് മെൽറ്റായി കിട്ടിയതിന് ശേഷം മാത്രം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ മതിട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബിസ്ക്കറ്റൊക്കെ ഇതിൽ നല്ല പോലെ ഒന്ന് അലിഞ്ഞു കിട്ടും. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഒന്ന് നല്ല പോലെ അലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. അപ്പോൾ കൊക്കോ പൗഡർ ഇവിടെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇതേപോലെ തന്നെ നല്ല പോലെ ഈ പാലിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ കൊക്കോ പൗഡർ മിക്സ് ആയതിന് ശേഷം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ചൊരു കോൺഫ്ലോർ ചേർത്ത് കൊടുക്കും. അപ്പോൾ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മിക്സാക്കി കൊടുക്കുക. ഓരോ ഇൻഗ്രീഡിയൻസും ചേർക്കുമ്പോഴും നമ്മൾ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം മാത്രം അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. എന്നാലാണ് നല്ലപോലെ ഇതൊന്ന് യോജിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുഡിങ്ങൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മധുരം ആവശ്യമുണ്ട്. അപ്പം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരിക്കലും അധികമാവില്ല. പിന്നെ ഇത്രയ്ക്ക് മധുരം വേണ്ടാന്നുള്ളവർക്ക് അതിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ഇനി ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മിൽക്ക് മെയ്ഡ് ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്വീറ്റൻഡ് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് പഞ്ചസാരയും അതേപോലെ തന്നെ സ്വീറ്റൻഡ് മിൽക്ക് മെയ്ഡൊക്കെ ആയപ്പോൾ ആവശ്യത്തിന് മധുരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര മധുരം ആവശ്യമില്ല എന്നുള്ളവർ ഈ മിൽക്ക് മെയ്ഡിൻ്റെ അളവിൽ കുറവൊന്നും വരുത്തണ്ട. പഞ്ചസാരയുടെ അളവിൽ കുറച്ച് കുറവ് വരുത്താം നിങ്ങൾക്ക് മധുരം ഇത്ര ആവശ്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഗർ ഇവിടെ നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഈ അഗർ മെൽറ്റ് ചെയ്യാൻ വെക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ പാലിൽ നമ്മളിപ്പോൾ കലക്കി വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ഈ അഗർ നമുക്ക് പെട്ടെന്ന് കട്ട പിടിക്കും മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് അഗർ ആദ്യം തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെക്കാത്തത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരേ സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഒരു സ്റ്റൗവിൽ നമുക്ക് അഗർ നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ പാലിൽ കലക്കി വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ കൂടിയിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല. നമ്മൾ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് കുറുക്കി വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ അഗർ നമുക്ക് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ആ അഗറും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട, നമുക്കിത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ചൈന ഗ്രാസ് നമുക്കിവിടെ മെൽറ്റ് ചെയ്തത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇരിക്കും തോറും അത് കട്ടിയായിട്ട് മാറും, പിന്നീട് നമ്മൾ വീണ്ടും ഇതേപോലെ മെൽറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ചൈന ഗ്രാസും കൂടി ഇത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അധികം നേരം ഇട്ടിട്ട് കുറുക്കിയെടുക്കണ്ട, ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നല്ലപോലെ കട്ടിയായിട്ട് വരും. ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഇതേപോലെ ആവുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിമിൽ നിന്നും മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയൊക്കെ കരിയും. അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചാലാണ് നമുക്കിത് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട, ചൂടാറി കഴിഞ്ഞിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഒരു 6 മുതൽ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അതായത് ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടോ ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ഇതിൻ്റെ ഒരു 3 പീസ് എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടും ഗാർണിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഗാർണിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഞാനിവിടെ ഇതിൻ്റെ മേലെ വിതറിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റിൽ നിന്ന് തന്നെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഗാർണിഷ് ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോക്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആകുമ്പോഴാണ് നമുക്ക് ഈ പുഡിങ്ങിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ചോക്ലേറ്റ് എടുത്തിട്ട് ഗാർണിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈസിയാണ്. ഞാനിവിടെ കുറച്ച് പാലിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പും നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അതേപോലെ നിങ്ങൾക്ക് നട്ട്സ് വെക്കണമെന്ന് വെച്ചാൽ നട്ട്സ് വെച്ചിട്ടും നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഈ പുഡിങ് ഇഷ്ടപ്പെടും. അപ്പോൾ ഷുവർ ഉണ്ട് എനിക്കത്. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും